ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സുജി നിതിൻ ലൈഫ് സ്റ്റൈൽ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന തംബ്നെയിൽ കണ്ടല്ലോ, ബട്ടറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. എത്ര ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ബട്ടർ ഉണ്ടാക്കാമെന്നറിയോ? നമുക്ക് ബട്ടർ വീട്ടിൽ ചില സമയങ്ങളിൽ ഉണ്ടാവില്ല, പക്ഷെ നെയ്യ് ഉണ്ടാവും വീട്ടിൽ. നമുക്ക് എങ്ങനെ ബട്ടർ ഉണ്ടാക്കാമെന്ന് പലർക്കും അറിയത്തില്ല. അതിന് എനിക്കറിയാവുന്ന ഒരു മെസ്സേജ് നിങ്ങൾക്ക് തരുന്നതേ ഉള്ളൂ. ബട്ടർ നമ്മൾ കുറച്ച് കട്ടയായിട്ടുള്ള ബട്ടർ എടുക്കുക, അതിനകത്ത് ഇത്തിരി ഉപ്പും തണുത്ത വെള്ളം ഒഴിക്കുക. നല്ല തണുപ്പുള്ള വെള്ളം ഒഴിക്കണം. കാരണം ഞാൻ ഐസ് ക്യൂബ് അല്ല, തണുത്ത വെള്ളമാണ് ഉപയോഗിക്കുന്നത്. കാരണം ഐസ് ക്യൂബ് ഇട്ടാലുള്ള കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ ബാലൻസ് ഉള്ളത് കാണും, മറ്റേ ഐസ് ക്യൂബ് ഇങ്ങനെ അടിയിൽ കിടക്കും. പക്ഷേ വെള്ളം ഒരു 2 സ്പൂൺ ഇട്ടാൽ മതി, ഒഴിച്ചാൽ മതി. അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും കട്ടയായിട്ട് കാണുകയാണെങ്കിൽ ഒരിത്തിരി വെള്ളം കൂടെ ചേർക്കുക, നല്ല രീതിയിൽ അടിച്ചെടുക്കുക. കണ്ട നല്ല ക്രീമി ടെക്സ്ചറിൽ വന്നേക്കണ കണ്ട ഗൈസ്, അടിപൊളിയാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ തിന്നാൻ തോന്നും, അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ മക്കൾക്ക് കൊടുത്താൽ എന്താ പറയുക, നമുക്ക് വളരെ വിശ്വസിച്ച് കൊടുക്കാം. കാരണം നെയ്യ് നമ്മുടെ വീട്ടിലുള്ളതാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാം. കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് നമ്മുടെ പല ഭക്ഷണത്തിലും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ ഹെൽത്തിയാണ്. പിന്നെ ബ്രെഡിലൊക്കെ തേക്കുകയാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ അടിച്ചെടുക്കുന്നത് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ ക്രീമി ആയിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. നമ്മൾ കട്ടിയായിട്ടൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതെടുത്ത് പുറത്ത് വെച്ചിട്ട് അലിപ്പിക്കാനൊക്കെ നോക്കണം. നമ്മളപ്പം എന്തെങ്കിലും അപ്പം തന്നെ കഴിക്കാനാണെങ്കിൽ നമ്മളതങ്ങനെ ചെയ്യുക. പിന്നെ ഞാനിത് 2 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെച്ചതിൻ്റെ ഉള്ള ടെസ്റ്ററാണ് കാണുന്നത്. കറക്റ്റ് ബട്ടർ അല്ലേ, അടിപൊളിയല്ലേ? അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോയിൽ വരെ ടാറ്റാ, ബൈ ബൈ.